Assalamu alaikum. വെൽക്കം ബാക്ക് ഷംനാസ് കുക്കിംഗ് വ്ളോഗ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അയല ഇങ്ങനെ മത്തനിലയിൽ ഇങ്ങനെ പൊളിച്ചെടുക്കാമെന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ 1 കിലോ അയലയാണ് മേടിച്ചത്. അപ്പോൾ ഇതിൽ പകുതി കറി വെക്കാനെടുത്ത് പകുതി വറക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് വറക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിച്ചപ്പ്, 2 തണ്ട് വേപ്പിൻ്റെ ഇല, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, 1-2 അല്ലി ചുവന്നുള്ളി, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുക്കാം. കുറച്ച് കാന്താരിയും, നമ്മളൊക്കെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങളൊന്നും ചേർക്കുന്നത് ഒക്കെ പച്ച കളറായിരിക്കും, വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. ഒരു ചെറുനാരങ്ങയും പിഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിൽ മിക്സിയിൽ അടിക്കുമ്പോൾ ഉപ്പിടാൻ മറന്നുപോയി. അപ്പോൾ ഉപ്പും ഇപ്പോൾ തന്നെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ ഉപ്പിലൊക്കെ ഇട്ടിട്ട് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുന്നുണ്ട് കുഴച്ച് പരുവപ്പെടുത്തി എടുക്കുക. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യാനുള്ളത്, മീനിൻ്റെ മേലേക്കൊണ്ട് മസാല കൊണ്ട് പുരട്ടി കൊടുക്കുക. അറഞ്ചം പുറഞ്ഞം പുരട്ടങ്ങോട്ട് ഇതുണ്ട് നമ്മൾ വെണ്ണുമുള്ള കാട്ടണമല്ലോ, ഇങ്ങനെ അങ്ങോട്ട് പുരട്ടുക. അങ്ങനെ എല്ലാം ഇല്ലാണ്ട് പുരട്ടി ഇതുപോലെ അങ്ങോട്ട് വയ്ക്കുക. അപ്പോൾ നമ്മളെല്ലാ മീനും മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കൊരു 10-15 മിനിറ്റോ നേരം വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് മസാലയൊക്കെ പിടിച്ച് കിട്ടാൻ. ഇത് കൊണ്ടാട്ടി പോയിട്ട് മത്തൻ്റെ എല്ലാം മുറിച്ച് കൊണ്ടിട്ടുണ്ട്. ഇത് നമ്മുടെ പറമ്പിലുള്ള മത്തൻ തന്നെ കേട്ടോ. മത്തനും ചിരങ്ങയൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും കായ്ക്കണില്ല. അപ്പോൾ മത്തൻ്റെ ഇല കൊണ്ട് ഏതെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചു. മത്തനും ചിരങ്ങയൊക്കെ ഉണ്ട് തൊടുവിൽ, പക്ഷെ ഒന്നും കായ്ക്കണില്ല. ഇത് പൂവൊക്കെ ഇട്ട് നമ്മൾ വിചാരിക്കും കായ്ക്കുന്നൊക്കെ, വെറുതെ ഷോ കാണിക്കാം മത്തൻ, ചുമ്മാ പൂട്ട് കാണിച്ചിട്ട്. നമ്മുടെ മത്തൻ്റെ ഇലയൊക്കെ ഒന്ന് കഴുകിയെടുത്ത് അതിലേക്ക് മീനെല്ലാം അങ്ങനെ വെച്ച് നല്ല മടക്കിയിട്ട്, നിങ്ങൾക്ക് പറ്റുന്ന പോലെ മടക്കിയിട്ട് ഭദ്രമാക്കിയിട്ട് മടക്കുക. പുറത്ത് കാണാത്ത വിധം മടക്കിയിട്ട് വെക്കുക. നമ്മുടെ പെണ്ണുങ്ങൾ പറ്റുന്ന പോലെയൊക്കെ മടക്കിയിട്ടുണ്ട്. വേറെ പേര് വലിയ പണിയൊന്നുമില്ല. ഇനി സാധാരണ എണ്ണ ഒഴിച്ച് വറുത്തെടുക്കുക, അത്ര തന്നെ. വേണ്ട, അടിപൊളിയായിട്ട് മടക്കുന്നൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിച്ചപ്പോൾ. ഞാൻ കഴിച്ചിട്ടാണ് ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കാതിരിക്കുന്നത്. നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം എല്ലാവരും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പുതിയ യൂട്യൂബറാണ്. അപ്പോൾ നമ്മുടെ മത്തൻ്റെ ഇലയിലത്തെ അയില ഇതാ ചട്ടിയിൽ കിട്ടുന്നുണ്ട്. ഇനി അത് അടച്ചു വെച്ച് വേവിക്കുക, വേറെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു. 1 കിലോ അയില മേടിച്ച് കഴിഞ്ഞാൽ 1/2 കിലോ വറക്കാം, ഇതുപോലെ ആക്കാം, 1/2 കിലോ കറി വെക്കാം. എന്തായാലും നമ്മൾ വറക്കുമല്ലോ വീട്ടിൽ, അപ്പോൾ വ്യത്യസ്തമായ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കുക. വേറെ ഒന്നുമില്ല, ഞാൻ അത് കഴിച്ചു, സൂപ്പറാണ്. മത്തൻ്റെ ഇലല്ലേ നമ്മൾ കഴിക്കണല്ലേ തന്നെ, കുഴപ്പമൊന്നുമില്ല, അടിപൊളി. ഇതിൻ്റെ വോയിസ് ഓവർ ആദ്യം വൈഫാണ് കൊടുത്തിട്ട് ഇക്കാതൊന്ന് കേട്ടു നോക്കിയെന്ന് പറഞ്ഞിട്ട് കൊടുത്തു തന്നു. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് വോയിസ് ഓവറൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവൾ അയലക്ക് പകരം മത്തി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ കൊടുക്കാൻ ഇരുന്നതാണ് സൗണ്ട്. അപ്പോൾ നമ്മളെ മീനൊക്കെ മറിച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചു. വീണ്ടും മറിച്ചിടുക, 1-2 പ്രാവശ്യം മറിച്ചിട്ടാൽ മതി. പിന്നെ എണ്ണ അങ്ങനെ നമ്മുടെ ഫ്രൈ പാൻ കുറച്ച് പഴയതാണ്. അപ്പോൾ ഫ്രൈ പാനൊന്നും ഇല്ല വീട്ടിൽ, അപ്പോൾ മേടിക്കണം. അപ്പോൾ സാധാരണക്കാരല്ലേ. ഇത് നമ്മൾ മീനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ആ മത്തൻ്റെ എല്ലാം കൂട്ടിയിട്ട് അങ്ങനെ ഒരു പിടുത്തം ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഒരു വെറൈറ്റി രീതിയിൽ വെക്കാമെന്ന് മാത്രം. അപ്പോൾ നമ്മളെ മീനെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര നേരം ഇത് കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.